6,20,000 റുപ്യക്ക് 2018 ഓട്ടോമാറ്റിക് AMD ഗിയർ ബോക്സ് വരുന്ന വണ്ടി ബ്രസ ഇവിടുന്ന് കൊടുക്കും. ഓക്കെ, ഈ ഒരു ഐറ്റം ഒരു നീണ്ട നേരം ഏകദേശം ഒരു 6 ഐറ്റം ഇങ്ങനെ നീണ്ട നേരമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. കുറച്ച് കാത്തിരുന്നാൽ എന്താ നല്ല നല്ല വണ്ടികൾ നല്ല നല്ല പ്രൈസ് വില കുറച്ചിട്ട് നമ്മൾ അസൻക കൊടുക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. അസൻക കൊടുക്കൂല നിങ്ങൾ എന്നെ നടിക്കൂലല്ലോ. മാക്സിമം കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. 2020 ആൾട്ടോ 800 എത്ര കൊടുക്കാൻ പറ്റും? 290 VXI ആണെങ്കിൽ തരാൻ പോകുന്നത്. ഇനി അതേപോലെ തന്നെ കഴിഞ്ഞിട്ടില്ല 2011 നല്ല കണ്ടീഷൻ വാഗ്നർ വരുന്നത് 1,80,000 റുപ്യക്ക്. അതേപോലെ തന്നെ ഈ ഒരു സ്വിഫ്റ്റ് കണ്ടോ 2013 അല്ലേ പറഞ്ഞത്? 2014 ഡീസൽ വണ്ടി 3,50,000 350 നെറ്റ് ആയിട്ട് കൊടുക്കുക. ഞാൻ അതേപോലെ തന്നെ നിസാൻ മൈക്രോ വരുന്നുണ്ട് 2016 കേരള വണ്ടി. എത്രക്ക്? 40 സംതിങ് ഓടി വണ്ടി. 290 കൊടുക്കാം. ഞാൻ അതേപോലെ തന്നെ 2013 ഇയോണ് തരാൻ പോകുന്നത് 2013 ഇയോണ് തരാൻ പോകുന്നത് 1,50,000 റുപ്യ. ഒരുപാട് വണ്ടികളും ഒരുപാട് കളക്ഷൻസും ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം ബഡ്ജറ്റ് കാറുകളുള്ളത് ആൾട്ടോ വരുന്നത്. അതുപോലെ തന്നെ കിഡ് 2017 കിഡൊക്കെ 2,10,000 റുപ്യക്കാണ് തരാൻ പോകുന്നത്. എത്തിയോസ് ലീവ നോക്കുകയാണെങ്കിൽ ഒക്കെ മാക്സിമം നല്ല റേറ്റ്. അതേപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് കാർ നോക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് കാറിന് ഒരു വമ്പൻ ചാകര തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ വോൾസന്റെ പോളോ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ 4 പോളോ അല്ലേ, ഒരു വൈറ്റ് വരുന്നുണ്ട്, ഒരു റെഡ് വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു കളർ കൂടി ഒരു ഗ്രേ കളർ. അങ്ങനെ 4 വോൾസാന്റെ പോളോ ഡീസലൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് വരുന്നത്. ഡീസലുണ്ട്, പെട്രോൾ ഉണ്ട്. അസൻക നമ്മൾ തുടങ്ങല്ലോ, നമ്മൾ കറക്റ്റ് സ്പോട്ട് കാക്കഞ്ചേരി എന്ന് പറയും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തൊട്ടടുത്ത് ലാൻഡ്മാർക്ക് കാലിക്കറ്റ്. നമ്മളെ പള്ളിക്കൽ ബസാർ റോഡ്, കാക്കഞ്ചേരിന്ന് പള്ളിക്കൽ ബസാർ റോഡിൽ അസൻഖാന്റെ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി. എല്ലാ വീഡിയോയിലും എല്ലാവരോടും പറയുന്ന ഒരൊറ്റ കാര്യമാണ്, വണ്ടി എവിടുന്ന് എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. അത് നിങ്ങൾ ഉത്തരവാദിത്തം അല്ലേ അസൻക? കാരണം നാളെ വണ്ടി ഓക്കെ, നാളെ വണ്ടി എടുത്തിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വണ്ടി മറ്റുള്ളവർ ഉപയോഗിച്ച വണ്ടിയാണ്, അത് ചെക്ക് ചെയ്ത് നിങ്ങൾ ഉത്തരവാദിത്തമാണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ആൾട്ടോ 800 എങ്ങനെ ഡീറ്റെയിൽസ്? 2020 VXI ആണ്. 2020 VXI VS6 വണ്ടി. ഓണർഷിപ്പ് ആണത്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 64,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 290 കൊടുക്കാം. 290. 2020 വണ്ടി. 2020 ആൾട്ടോ 800 290 കൊടുക്കാം. ഓക്കെ, ഫൈനാൻസ്. അത് ക്യാഷ് ബാക്ക് ഒന്നും കൊടുക്കില്ല. ഈ ഒരു ഐറ്റം ഡീസൽ ആണ്. 2015 സ്പോർട്സ്. ഡീസലോ പെട്രോളോ? പെട്രോൾ. ഓണർഷിപ്പ് ആണത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 80 സംതിങ് ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ എഴുതുന്നത്? ഇത് 4,20,000 കൊടുക്കാം. 4,20,000 റുപ്യക്ക് 2005 പെട്രോൾ സ്പോർട്സ്. ഓക്കെ, ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഞാൻ അതേപോലെ തന്നെ വോൾസാന്റെ പോളോ ഡീസലാണോ പെട്രോൾ ആണോ? ഡീസലാണ്. ഹൈലൈൻ ഏതാ മോഡല്? 2012. ഓഫർ ഉണ്ടോ? ഓഫർ 290 കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം നല്ല ഓഫർ കൊടുത്തിട്ടുണ്ട്. 290 കൊടുക്കാം. ഓണർഷിപ്പ് ആണത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 83,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഡീസൽ. ലാസ്റ്റ് 290. ഓക്കെ, ഈ ഒരു പോളോ ഒരുപാട് ഉണ്ടല്ലോ. പോളോ 4 5 കൊടുത്തു. ഈ പോളോ ഇത് 2012 സെയിം ഹൈലൈൻ, കളറിലേ മാറ്റുള്ളൂ. 2012 എത്ര കൊടുക്കാം? ഇത് 280 കൊടുക്കാം. 280. ഓണർഷിപ്പ് ആണത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,24 ഓടി. 1,24. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫൈനൽ പ്രൈസ് 2,75 കൊടുക്കാം. 2,75,000 ഫൈനാൻസും ചെയ്തു. ഓക്കെ, ഈ ഒരു പോളോ 2017 36,000 കിലോമീറ്റർ ഓടി വണ്ടി. 2017 ഡീസലാണോ? പെട്രോൾ ആണ്. കമ്പനി 36,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ്. പ്രൈസ് വരുന്നത്? പ്രൈസ് 5,30. 5,30,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു പോളോ? ഇത് 15 GT ഡീസൽ. 2015 GT ഡീസൽ. ഓണർഷിപ്പ് ആരത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,30 ഓടി. കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നും റീപ്ലേസ് ഇല്ല. പ്രൈസ് വരുന്നത്? ഇത് 5,10 കൊടുക്കാം. 5,10. എത്ര ലോൺ കയറും? ഏകദേശം 4,45 റുപ്യ ഫൈനാൻസ് കയറും. ഓക്കെ, ഈ ഒരു ഡിസൈറോ? ഇത് 2019 VDI. 2019 VDI. ഓണർഷിപ്പ് ആരത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 54,000 കമ്പനി സർവീസ്. 54,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ്. ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? 7,30. 7,30,000. എത്ര ലോൺ കയറും? 6,45 റുപ്യ ഫൈനാൻസ്. 19 കേട്ടോ. 2016 ഹോണ്ട സിറ്റി.
2016 ഈ ആണോ കേരള ആണോ? ഒറിജിനൽ കേരള കമ്പനി സർവീസ്. ഓണർഷിപ്പ് ആണത്? രണ്ടാമത്തെ ഓണർഷിപ്പ്. ഡീസൽ അല്ലേ വരുന്നത്? കിലോമീറ്ററോ? 1,08,000 കറക്റ്റ് സർവീസ് ഉണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഒന്നും ഉപയോഗിക്കില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 6,65. 6,65,000. എത്ര ലോൺ കയറും? 6 പേരെ ഫൈനാൻസ് ചെയ്തു. ഒരു 65,000 വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് 2017 ഹോണ്ട സിറ്റി. 2017 റീ ആണോ കേരള ആണോ? ഒറിജിനൽ കേരള സിംഗിൾ ഓണർ. ഡീസൽ അല്ലേ വരുന്നത്? ഡീസലാണ്, വി ആണ് വേരിയന്റ്. ഓണർഷിപ്പോ? സിംഗിൾ. കിലോമീറ്ററോ? 1,16 ഓടി. റീപ്ലേസ് ഉണ്ടോ? ഒന്നും റീപ്ലേസ് ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 6,30 കൊടുക്കാം. 6,30,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്തു. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് 2015 VXI പെട്രോൾ. 2015 VXI പെട്രോൾ. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 86,000 കിലോമീറ്റർ. 56,000. 88,600. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നും റീപ്ലേസ് ഇല്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 4,10 കൊടുക്കാം. 4,10,000. എത്ര ലോൺ കയറും? 3,45 ഫൈനാൻസ്. 3,45 വരെ. അതായത് ഒരു 35,000 വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കല്ലേ? പെട്രോൾ 2015 VXI സെക്കൻഡ് ഓണർ. ഓക്കെ, ഈ ഒരു റിസോ? അത് 14 ZXI. 2014 ZXI. ഓണർഷിപ്പ് ആണത്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ. 83,000 ഓടിയുണ്ട്. കറക്റ്റ് പ്രോപ്പർ കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ് ഉണ്ടോ? ഒന്നും റീപ്ലേസ് ഇല്ല. ഇത് പെട്രോൾ അല്ലേ പറഞ്ഞത്? പെട്രോൾ. പ്രൈസ് ആണ് വരുന്നത്? ഇത് 3,90 കൊടുക്കാം. 3,90. എത്ര ലോൺ കയറും? ഏകദേശം ഒരു 3,15 ഫൈനാൻസ് ചെയ്തു. 3,15 വരെ. അതായത് ഒരു 50,000 60,000 വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം. ഓക്കെ, ഈ ഒരു സ്വിഫ്റ്റോ? ഇത് 2013 VDI. 2013 ഡീസൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,24 ഓടി. കമ്പനി സർവീസ് ഉണ്ട്. 4 പുതിയ ടയറിട്ട് വണ്ടി ഓടിയില്ല. റീപ്ലേസ് ഉണ്ടോ? ഒന്നും റീപ്ലേസ് ഇല്ല. പ്രൈസ് ആണ് വരുന്നത് ലാസ്റ്റ്? ഇത് 3,70. 3,70,000. എത്ര ലോൺ കയറും? ഒരു 3,15 ₹3 ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. 3 ഫൈനാൻസ് എന്തായാലും ചെയ്യാം. ഓക്കെ, ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ സ്വിഫ്റ്റ് ഇവിടെ നടക്കാം. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2013 ആണ്. 2013 VDI. ഡീസൽ. ഓണർഷിപ്പ് ആണത്? ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,02,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അവൈലബിൾ അല്ല. ഓ ശരി. പ്രൈസ് ആണ് വരുന്നത്? 3,15 കൊടുക്കാം. 3,25,000. എത്ര ലോൺ കയറും? ₹3 ഫൈനാൻസ് ചെയ്ത്. ₹3 ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഒരു 20,000 വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ, ഈ ഒരു റിസോ? ആ റിഡ്സ് 2012-13. 2012-13 ഡീസൽ. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,28 ഓടി. 1,28. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 2,70. 2,70,000. എത്ര ലോൺ കയറും? 2,15 ലോൺ ചെയ്തു. 2,15 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ അല്ലേ? ഓക്കെ, ഈ റിഡ്സോ? ഇത് 2013 സിംഗിൾ ഓണർ. 2000 ഡീസൽ പെട്രോൾ? ഡീസലാണ് VDI. 2013 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,10 ഓടി. 1,10. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 3,10 കൊടുക്കാം. 3,10,000. എത്ര ലോൺ കയറും? 2,60 വരെ ഫൈനാൻസ് ചെയ്തു. ഓക്കെ, അതായത് ഒരു 50,000 60,000 വണ്ടി ഇവിടെ നടക്കാം. ഈ ഒരു കിഡ് ഓഫർ ഉണ്ടോ? ഓഫർ ഉണ്ട്. 2016 മോഡൽ. 2016 RXT. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 63,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? 2,25. 2,25,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ആൾട്ടോ? അത് 2019 LXI. 2019 LXI. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? 80,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ് വണ്ടി. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 2,80. 2,80,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് സെലാരിയോ 2014 VXI. 2014 ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ ആണ്. 2014 സെലേരിയോ VXI അല്ലേ? ഓണർഷിപ്പോ? ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 56,000 കാണിക്കുന്നത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ചെറുതായിട്ട് ടച്ച് ചെയ്ത് വൃത്തിയാക്കണ്ട. ഇപ്പൊ മിഞ്ഞാന്ന് വന്നിട്ടുള്ളൂ. പ്രൈസ് 2,40 കൊടുക്കുക. 2014 VXI. 2014 VXI 2,40 കൊടുക്കുക. ഓക്കെ, ഈ ഒരു 800 അത് 2004 MPFI. 29 പേപ്പറിൽ വണ്ടി. എത്ര വയ്ക്കുന്നത്? 52,000. 52,000. ഓക്കെ, ഈ ഒരു KUV ഉണ്ടോ? K8 2017 മോഡൽ സിംഗിൾ ഓണർ 39,000 കിലോമീറ്റർ. പെട്രോൾ. ഓണർഷിപ്പ്? സിംഗിൾ ഓണർ കമ്പനി സർവീസ്. കിലോമീറ്ററോ? 39. ഒന്നും റീപ്ലേസ് ഇല്ല. പ്രൈസ് നമുക്ക് 3,10 കൊടുക്കാം. 3,10. എത്ര ലോൺ കയറും? ഫുള്ള് ലോൺ ചെയ്തു. ഓക്കെ, 2006 മോഡൽ രജിസ്ട്രേഷൻ SLX DI. 27 പേപ്പർ. പ്രൈസ് 2,10,000. 2,10,000 കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഈക്കോ? 2010 രജിസ്ട്രേഷൻ. 5 സീറ്റർ അല്ലേ വരുന്നത്? 5 സീറ്റർ. AC ഇല്ലല്ലോ? ഓണർഷിപ്പ് 5-6. കിലോമീറ്ററോ? കിലോമീറ്റർ 1,04,000 കിലോമീറ്റർ. പ്രൈസ് ആണ് ലാസ്റ്റ് ഫൈനൽ? 1,30. 1,30,000. എത്ര ലോൺ കയറും? ലോൺ ശ്രീരാം ഒരു 80 രൂപ ചെയ്ത് കൊടുക്കാം. 80 രൂപ കൊടുക്കാം. ഈ ഒരു ഒമിനിയോ?
2005 MPFI. എത്ര ഓടിക്കുന്നത്? ഇത് 52,000 റുപ്യ. 52,000. 2005 MPFI. MPFI 52,000. ഓക്കെ, ഞാൻ അവിടെ ഒരു വാഗ്നർ കണ്ടു. നമ്മ ആ വാഗ്നറിലേക്ക് പോയാലോ? 10 LXI. 2010 LXI. ഓണർഷിപ്പ് ആരത്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 87,000 കിലോമീറ്റർ. 80. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ലേ? 2010 വണ്ടിയെല്ലാം ചെക്ക് ചെയ്തില്ല, ചെക്ക് ചെയ്യാം. പ്രൈസ് ആയിരുന്നത്? പ്രൈസ് 1,75 കൊടുക്കാം. 1,75,000. എത്ര ലോൺ കയറും? ശ്രീരാമ കയറുള്ളൂ. എത്ര കയറും? കിട്ടും. ഒരു ഉറുപ്പ്യ ലെവലിൽ കയറും. ഓക്കെ, ഈ ഒരു എർട്ടിഗ ഡീസലാണ്. ഡീസലാണ്. 2014. 2014 ഡീസൽ. ഓണർഷിപ്പ് ആരത്? ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.30 ഓടി. 1.30. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആയിരുന്നത്? പ്രൈസ് നമുക്ക് 4,40 കൊടുക്കാം. 4,40,000. എത്ര ലോൺ കയറും? 4 റുപ്യ വരാൻ ചെയ്തു. ഒരു 40,000 ഉണ്ടെങ്കിൽ 2014 ഡീസൽ എർട്ടിഗ ഇവിടെ നടക്കാം. ഓക്കെ, ഈ ഒരു റിഡ്സോ? 2012 VDI. 2012 VDI. അതെ. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.30 ഓടി. 1.30. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 2,15,000 രൂപ കൊടുക്കാം. 2012 VDI. 2012 ഡീസൽ 2,15,000 രൂപ കൊടുക്കാം. ഓക്കെ, ഈ ഒരു ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇയാണോ? അത് 17 മോളിൽ 18 റേസർ. 2017 2012 രജിസ്ട്രേഷൻ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ഇറാ പ്ലസ്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 63,000 കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 2,48 കൊടുക്കാം. 2.48. മാക്സിമം ലോൺ ചെയ്ത് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ആൾട്ടോ? ഇത് 2020 LXI BS6. 2020 LXI BS6. സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 1,04,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് വരുന്നത്? പ്രൈസ് നമുക്ക് 3,25. 3,25,000. എത്ര ലോൺ കയറും? 3,15 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ആൾട്ടോ? 2017 LXI. 2017 LXI. ഓണർഷിപ്പോ? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്ററോ? 52,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് വരുന്നത്? ഇത് 2,30. 2,30,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇയാണോ? അയ്യോണ് 2013 ഇറാ പ്ലസ്. 2013 ഇറാ പ്ലസ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്റർ 64,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫൈനൽ പ്രൈസ്? ഫൈനൽ പ്രൈസ് 1,55 ആണ്. എന്തെങ്കിലും ചെറിയ മാറ്റത്തിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇയാണോ? 2011 സ്പോർട്സ്. 2011 സ്പോർട്സ്. എയർ ബാഗ് ഒക്കെ വരും. ഓക്കെ, ചെറിയൊരു പൈസ കൊടുക്കല്ലേ? ഓണർഷിപ്പ് ആരത്? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ഗ്ലാസിൽ ചെറിയ ക്രാക്ക് ഉണ്ട്. എന്തായാലും ഗ്ലാസ് മാറ്റിയിട്ട് നമ്മളെ പ്രൈസ് അങ്ങനെ വരുന്നത്? ഗ്ലാസ് മാറ്റിയിട്ടാണെങ്കിൽ 1,45 കൊടുക്കും. 1,45 മാക്സിമം ലോൺ ചെയ്തു. സ്പോർട്സ് അസൻക്ക് നമ്മളെ ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ കഴിഞ്ഞില്ലേ? അതിന് കുറച്ച് ചെറിയൊരു ഓട്ടോമാറ്റിക് കളക്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ താഴെ പോയാലോ തന്നെ. ഈ ഒരു ഐറ്റം ഒരു നീണ്ട നേരം ഏകദേശം ഒരു 6 ഐറ്റം ഇങ്ങനെ നീണ്ട നേരമായിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ഐറ്റം. ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 സ്പോർട്സ് ഓപ്ഷണൽ. ഡീസൽ ആണോ? പെട്രോൾ ആണ്. സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 80,000 കിലോമീറ്റർ. കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസ് ഇല്ല. ഇസ്റ്റൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത്? ഇത് 4,10. 4,10,000. ഓക്കെ, ഈ ഒരു ഐറ്റം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പിന്നെ പ്രത്യേകിച്ച് ലോണിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു ഐറ്റത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ഇത് ഡീസൽ ആണ്. 2013 ആസ്റ്റ ഏറ്റവും ടോപ്പ്. 2013 ആസ്റ്റ ഏറ്റവും ടോപ്പ് ഉണ്ട്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.2 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 28 കിലോമീറ്റർ മൈലേജും കിട്ടും. പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 2,95,000 രൂപയ്ക്ക് നെറ്റ് കൊടുക്കാം. 2,95 നെറ്റ് ആക്കി കൊടുക്കാം. 2013 ഫുൾ ലോൺ ഡീസലാണ് കേട്ടോ. മാക്സിമം. ഓക്കെ, ഈ ഒരു ഐറ്റം ഇത് 2018-19. 2018-2019. ഓണർഷിപ്പോ? ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 90,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഇത് പെട്രോൾ ആണ്. ഇത് പെട്രോൾ ആണ്. ഇസ്റ്റൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് വരുന്നത്? ഇത് 3,80 കൊടുക്കാം. ഫുൾ ഫൈനാൻസും ചെയ്ത് കൊടുക്കാം. ഓക്കെ, 3,80 ഫുൾ ഫിനാൻസും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഐറ്റം അത് 2019 സിംഗിൾ ഓണർ 39,000 കിലോമീറ്റർ ഓടി കമ്പനി സർവീസിലെ വണ്ടി. ഇസ്റ്റൊക്കെ അവൈലബിൾ ആണ്. പക്ക. പ്രൈസ് വരുന്നത്? പ്രൈസ് നമുക്ക് 4,15,000 രൂപയ്ക്ക് നെറ്റ്. 4,15 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ഏകദേശം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഐറ്റം അത് 2015 സ്പോർട്സ് ഓപ്ഷൻ അല്ല, ബട്ടൺ സ്റ്റാർട്ട്. 2015 ബട്ടൺ സ്റ്റാർട്ട് വരുന്ന സ്പോർട്സ്. ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ. പെട്രോൾ. കിലോമീറ്ററോ? 90,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നും റീപ്ലേസ് ഇല്ല. പ്രൈസ് വരുന്നത്? പ്രൈസ് നമുക്ക് 3,60 കൊടുക്കാം. 3,60,000. എത്ര ലോൺ കയറും? 3,40 വരെ ഫൈനാൻസ്. 3,40 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഐറ്റം ഇത് 2014 2014 സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ ഓപ്ഷണൽ. കിലോമീറ്റർ 78,000. ഇതും ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് വരുന്നത്?
പ്രൈസ് നമുക്ക് 3,40 കൊടുക്കാം. 3,40,000. എത്ര ലോൺ കയറും? 3,10, 3,15 ഉള്ളിൽ ലോൺ ചെയ്തു. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി അടുത്തത് അതേപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കിന്റെ ഒരു വമ്പൻ ചാകരാന്നൊന്നും പറയാനില്ല. 2, 4, 6, 7 വണ്ടി ഫസ്റ്റ് തന്നെ എർട്ടിക ആണ് തുടങ്ങുന്നത്. എർട്ടിക ഏതാ മോഡൽ? എർട്ടിക 2016 മോഡൽ 17 രജിസ്ട്രേഷൻ. 2016, 17 രജിസ്ട്രേഷൻ. VXI ആണ് പെട്രോൾ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 64,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ബോണറ്റ് കമ്പനിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് നമുക്ക് 5,90 കൊടുക്കാം. 5,90 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് സെലേരിയോ. സെലാരിയോ 2014 VXI. 2014 VXI ഒരു അട്രാക്ഷൻ കളറാണല്ലോ വരുന്നത്. രണ്ടും ഒരേ കളറാണ്. രണ്ടും ഒരേ കളറാണ് വരുന്നത്. 2014 VXI. ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. 68,000 കിലോമീറ്റർ ഓടിയുണ്ട്. എത്ര? 68,000. MT ഗിയർ ബോക്സ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് 3,10 കൊടുക്കാം. 3,10 നെറ്റ് ആക്കി കൊടുക്കുക. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി 2 കളറും എങ്ങനെ ഒരുമിച്ച് കിട്ടിയത്? 2 കളറും അതാണ് ഫസ്റ്റ് വന്ന വണ്ടി. ഓക്കെ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2015 VXI. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? 78,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നും റീപ്ലേസ് ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 3,80. 3,80,000. എത്ര ലോൺ കയറും? 3,60 വരെ ഫൈനാൻസ്. 3,60 ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു നാനോ 2016 മോഡൽ 17 രജിസ്ട്രേഷൻ. ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് ട്വിസ്റ്റ്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 70. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫൈനൽ പ്രൈസ് എത്ര? 1,50 കൊടുക്കാം. 1,50,000. എത്ര ലോൺ കയറും? ഇതിന്മേൽ ലോണ് കാര്യം പറയാം. ടാറ്റ് നാനോണ്ട് റെഡി ക്യാഷിന്റെ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് ബ്രസ ഏതാ മോഡൽ വരുന്നത്? 2018 മോഡൽ. 2018. ഡീസലോ പെട്രോളോ? ഡീസൽ ZDI ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ട്. എന്താണ്? ഈ റൂഫ് ചെറിയ വർക്ക് എടുത്ത വണ്ടി. അത് റൂഫ് അപ്രോൺ കാര്യങ്ങളൊന്നും ഇല്ല. റൂഫിന്റെ മുകളിൽ വർക്ക് എടുത്തിട്ടുണ്ട്. 2018 മോഡല് ZXI ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. എത്ര കൊടുക്കും? ലാസ്റ്റ് നമുക്ക് 6,20 കൊടുക്കാം. 6,20. 6,20,000 രൂപയ്ക്ക് 2018 ഓട്ടോമാറ്റിക് MT ഗിയർ ബോക്സ് വരുന്ന വണ്ടി ബ്രസ ഇവിടുന്ന് കൊടുക്കും. അതെ. ഓക്കെ. ഈ റെഡിഗോ 8 രൂപ ഫൈനാൻസ് ചെയ്യുന്ന വണ്ടി കേട്ടോ. ഓക്കെ. അതൊന്നും വേണ്ട. ഈ റെഡിഗോ ഇത് 2017 മോഡൽ. 2017 മോഡൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 72,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് നമുക്ക് 2,60 കൊടുക്കാം. 2,60,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് ഓട്ടോമാറ്റിക് ആട്ടോ. അല്ല, ഈ നെക്സ്റ്റ് വരുന്നത് സാൻഡ്രോ ഏതാ മോഡൽ? 2019 മോഡൽ. 2019 സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 63,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസും ഇല്ല. പ്രൈസ് തന്നെ വരുന്നത്? പ്രൈസ് 3,95. 3,95,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്തായാലും ഈ ഒരു നീണ്ട തരാന്ന് പറഞ്ഞാൽ ഫുള്ള് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു ഐറ്റം നോക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഐറ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ വോൾസാന്റെ പോളോ നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് വോൾസാന്റെ പോളോ ആണ് വരുന്നത്. അപ്പൊ എന്തായാലും അസൽക്ക നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് സ്പോട്ടോടെ വരുന്നത് പോളോ നമ്മൾ പറഞ്ഞല്ലേ? ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി അറിയാം. കാക്കഞ്ചേരി. അപ്പൊ പള്ളിക്കൽ ബസാറിലാണ്. അപ്പൊ അസൻഖാന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട.